ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല കാലാവസ്ഥ ആയിക്കണല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നെത്തളും പിന്നെ നമ്മുടെ അയിലയൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ ഒന്ന് നെത്തൾ പൊരിക്കും ചെയ്യുക, നമ്മുടെ അയില ചാറും വെക്കാൻ വെച്ചിട്ടാട്ടോ. കുറേ ദിവസമായിക്കണം അയില ചാറ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അയില ചാറ് വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി രാവിലെ നാഷ്ട ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലിയും നമ്മുടെ ചട്ടിനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ പരിപാടി തുടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ നെത്തലൊക്കെ നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മസാല അങ്ങോട്ട് തിരുമ്പി അങ്ങോട്ട് വെച്ച്, പിന്നെ നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നല്ല എണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമുക്ക് നെത്തൽ ആ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയിലിട്ട നെത്തളൊക്കെ അങ്ങോട്ട് മുരിഞ്ഞ് ഒക്കെ വരട്ടെ. അപ്പോൾ പിന്നെ തിരിച്ചിടാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അയില കറി വെക്കാം. അപ്പോൾ നമ്മുടെ സനൂജ തേങ്ങയൊക്കെ ചിരകി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേങ്ങ അരക്കണതിൽ നമുക്ക് ഉള്ളി, പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് അരച്ച് വെച്ചതാട്ടോ. കുറച്ച് പെരിഞ്ചീരക പൊടി ഇട്ടിട്ട് അരച്ചതാ. പിന്നെ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ മാങ്ങ ഇട്ടിട്ടാണ് ചാറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മാങ്ങ ഇട്ടിട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഷെഫ് പിള്ളയുടെ നിർവ്വാണം അതൊന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് പരീക്ഷണം അതൊന്ന് നോക്കിയാൽ. പിന്നെ നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ വന്നപ്പോൾ നമ്മുടെ നിർവ്വാണമൊക്കെ ചോറിൽ വെച്ച്, പിന്നെ നമ്മുടെ നെത്തളൊക്കെ പൊരിച്ചതുണ്ട്, പിന്നെ വാഴക്ക ഉപ്പേരി വെച്ചതുകൊണ്ട് ഇപ്പൊക്കെ ചോറ് വയ്ക്കാൻ വന്നിട്ട്. അപ്പോൾ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോറ് വയ്ക്കാൻ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ നിർവ്വാണം ഫസ്റ്റത്തെ പരീക്ഷണമല്ലേ, ഒന്ന് നോക്കുക. അപ്പോൾ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇങ്ങനെ നന്നായി ആസ്വദിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ വാഴക്കുപ്പേരിയും നമ്മുടെ നിർവ്വാണവും അയിലക്കറിയും നെത്തൾ പൊരിച്ചതൊക്കെ കിട്ടിയിട്ട് ഒരു പിടി പിടിക്കുക കേട്ടോ. നമുക്ക് ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പിൽ ഒന്ന് പോയി മഴനെ ആസ്വദിച്ചതാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്കത് സന്തോഷം തരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് സന്തോഷം ഉണ്ടാവില്ല അല്ലേ. അതിൻ്റെ വൈകുന്നേരത്തെ കളിയൊക്കെ മുടങ്ങി നമ്മുടെ അല്ലൂസിൻ്റെ മുഖം വാടി നിൽക്കുക കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ഒരു ബൂസ്റ്റൊക്കെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നാൽ കേട്ടോ. അപ്പോൾ മഴയും ബൂസ്റ്റും അടിപൊളിയായിരിക്കുമല്ലോ. ചൂട് ബൂസ്റ്റും നല്ല മഴയും, ആഹാ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പം കട്ടൻ ചായ കുടിക്കുന്നവർ കട്ടൻ ചായ എടുത്തിട്ട് മുമ്പിൽ പോയി കുടിക്കുക. അപ്പോൾ അതിനെക്കാട്ടി അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ അല്ലൂസ് വന്നിക്കണം കേട്ടോ. അപ്പോൾ അല്ലൂസിനെ ഒന്ന് സന്തോഷപ്പെടുത്താൻ ഓരോന്നൊക്കെ കാട്ടിയിട്ട് അപ്പോൾ ബൂസ്റ്റ് തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കൊടുത്തപ്പോൾ അവിടെ പോയിട്ട് ടി വി ആണ് കേട്ടോ. ഇനിയിപ്പോൾ മഴൻ്റെ പേരും പറഞ്ഞ് ടി വിയും കണ്ടിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ പരസ്യം നോക്കിക്കുക, ബൂസ്റ്റിൻ്റെ പരസ്യം വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അല്ലൂസിൻ്റെ പറയുന്നത്, അല്ലൂസേ നമ്മൾ ബൂസ്റ്റ് കുടിക്കുക, ബൂസ്റ്റിൻ്റെ പരസ്യം. പിന്നെ ഞാൻ മഴ നോക്കാൻ വേണ്ടി മുമ്പിൽ പോയി നിന്ന് ബൂസ്റ്റും കുടിച്ചു. അപ്പോൾ ഭയങ്കര മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുമല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അങ്കൂസ് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബൂസ്റ്റാണെങ്കിൽ അവന് പക്കോടയും കഴിച്ചിട്ടേ ഇരിക്കണം കേട്ടോ, മഴ നോക്കിയിട്ട്. പിന്നെ കുറച്ച് മഴയൊക്കെ വിട്ടപ്പോൾ നമ്മുടെ അല്ലൂസ് മഴയിൽ കുടയും പിടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കു എണീച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനിക്കും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നോക്ക്, ഇവിടുത്തെ കഴിഞ്ഞാൽ പോരാ, ഞാൻ അവിടെ പോയിട്ട് നിന്നിട്ട് അവന് ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവരൊക്കെ വരട്ടെ, അപ്പോഴത്തേനും അവൻ്റെ ടേബിളൊക്കെ സെറ്റാക്കി വെക്കാൻ വെച്ചിട്ട്. ഇത് അങ്കു ഇരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവൻ്റെ ബാഗും ഒക്കെ എടുത്ത് വെക്കാൻ വെച്ചിട്ട്. അപ്പോൾ അബാഗസിൻ്റെ ബാഗൊക്കെ എടുത്ത് ഇവിടെ വെച്ചിരിക്കണം. അതാ ഈ ബോട്ടിൽ കണ്ടോ, സ്കൂൾ തുറക്കുമ്പോൾ മേടിക്കാൻ പറഞ്ഞതാ കേട്ടോ. കേട്ടില്ല, നേരത്തെ തന്നെ മേടിച്ച് വെച്ചിരിക്കണം. ഇനി സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഇതിൻ്റെ പണി അവിടെ കഴിച്ച് വെക്കും കേട്ടോ. സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ പരിപാടി. ഈ പാവ കണ്ടില്ലേ, നമ്മളൊന്ന്
വീടിരിക്കലിന് പോയല്ലോ. അപ്പോൾ അവൻ്റെ പാവയൊക്കെ എടുത്ത് കളിക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ കൊടുത്തതാട്ടോ ഇവക്കുറുമ്പിക്ക് നീലയും എനിക്ക് മഞ്ഞയൊക്കെ കൊടുത്തതാട്ടോ. ഇപ്പം എന്താ ഈ കടത്തവും ഒക്കെ ഇതുകൊണ്ടാട്ടോ. ഉച്ചക്ക് ഉറങ്ങുകയാണെങ്കിലും രാത്രി ഉറങ്ങുകയാണെങ്കിലും ഇതിനെ എടുത്ത് വെച്ചിട്ട് അവൻ ഇങ്ങനെ കടന്നോളൂ കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു പരിപാടി ആയിരിക്കണം. പിന്നെ ഉച്ചക്ക് കിടക്കുമ്പോൾ കുറേ കളിപ്പാട്ടും കൂടെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അബാഗസിൻ്റെ ബാഗൊക്കെ അവിടെ വെച്ച് കൊടുത്താലേ അവൻ വരുന്ന ഒന്ന് ഇരിക്കുമ്പോഴത്തേനും എന്നാൽ എഴുതിക്കോ എന്നിട്ട് അങ്ങോട്ട് കൊടുക്കാമല്ലോ അബാഗസിൻ്റെ. അപ്പോൾ അത് മട്ടിരിക്കുക. അതൊക്കെ എത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കാണുമായിരിക്കും. ടാറ്റാ.